നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളിൽ ഇന്ന് കേരളം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് 3.5 കോടി മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം. മറ്റൊന്ന്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ വച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആർ സുഗതനും ചരിത്രത്തിൽ ഇടം നേടാൻ പോവുകയാണ്. അങ്ങനെ ഒട്ടേറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. UAE-യുടെ 2 എണ്ണ ടാങ്കറുകൾക്കു നേരെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. ഇന്ത്യക്കാരനായ നാവികൻ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരിൽ 6 ഇന്ത്യക്കാരും 2 യുക്രൈനിയൻ വംശജരും. 4 പേരുടെ നില ഗുരുതരം. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതര ലംഘനമെന്ന് UAE. ഹോർമൂസിന്റെ നിയന്ത്രണം കൈവശമെന്ന US അവകാശവാദം തള്ളി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ കാവൽക്കാരൻ ഇറാൻ തന്നെയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ ജയിലിൽ. ചടങ്ങ് രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുൻപിൽ. ജയിലിലെ സത്യപ്രതിജ്ഞ സംസ്ഥാനത്ത് ആദ്യം. ബഹിരാകാശത്തെ മലയാളി തിളക്കമാകാൻ ഡോക്ടർ അനിൽ മേനോൻ. 8 മാസം നീളുന്ന ചരിത്ര ദൗത്യത്തിനായി അനിൽ മേനോനും സംഘവും ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. സോയൂസ് MS-29 പേടകത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം വൈകിട്ട് 8:17. കിഫ്ബിയിൽ അടിമുടി മാറ്റം വരുത്താൻ നടപടികളുമായി സർക്കാർ. തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളും മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള വായ്പകളും സമഗ്രമായി പരിശോധിക്കും. സാമ്പത്തിക നഷ്ടവും ധനവിനിയോഗത്തിലെ ക്രമക്കേടും കണ്ടെത്തിയാൽ നിയമ നടപടികളടക്കം പരിഗണനയിൽ. വിഴിഞ്ഞം വിഷയത്തിൽ നേതാക്കൾക്കിടയിലെ ഭിന്നത തുടരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് ചർച്ചയാകും. ദേശാഭിമാനിയെ തള്ളിപ്പറഞ്ഞ MV ഗോവിന്ദന്റെ നടപടിയിലും വിമർശനമുയരും. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ CPM CPI ഉഭയകക്ഷി ചർച്ചയും ഇന്ന്. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഇന്ന്. ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം രാത്രി 12:30. ആവേശത്തോടെ ലമീൻ യമാൽ, കിലിയൻ എംബാപ്പെ ആരാധകർ. 19ാം പിറന്നാൾ ആഘോഷിച്ച് യമാൽ. പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തം തന്നെയാണ്. സംഘർഷങ്ങൾക്ക് ഒരു അയവുമില്ല. ഇറാന് നേരെ തുടർച്ചയായ 3ാം ദിവസവും ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക. ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ UAE-യുടെ ദേശീയ ടാങ്കറുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമെന്ന് വെളിപ്പെടുത്തിയ UAE ആക്രമണത്തെ അപലപിച്ചു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരും 2 പേർ യുക്രൈനിയൻ വംശജരുമാണ്. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതര ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയെന്നും UAE പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം കൈവശമെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിന്റെ കാവൽക്കാരൻ ഇറാൻ തന്നെയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴി കയറ്റി അയക്കുന്ന എല്ലാ ചരക്കുകൾക്കും 20% ചാർജ് ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. സൗദിയുടെ തെക്കൻ മേഖല ലക്ഷ്യമിട്ട് ഹൂത്തി ഭീകരർ തിങ്കളാഴ്ച വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന തകർത്തതായി യമൻ സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്നുള്ള വിമാനം നിലത്തിറങ്ങുന്നത് തടയാനും ദേശീയ പരമാധികാരം സംരക്ഷിക്കാനുമായി യമൻ ഔദ്യോഗിക സൈന്യം തിങ്കളാഴ്ച സന വിമാനത്താവളത്തിന്റെ റൺവേ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ റഷാദ് അൽ അലീമി വ്യക്തമാക്കി. യമൻ ജനതയെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഇറാൻ പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് തടയാൻ സമാധാനപരമായ നിലപാട് സ്വീകരിക്കുമെന്നും തർക്കങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കരുതെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിദ്ദയ്ക്ക് സമീപത്ത് നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കെ വീണ്ടും ഒരു നീണ്ട ആഭ്യന്തര യുദ്ധത്തിലേക്ക് മേഖലയെ നയിക്കാതിരിക്കാൻ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് ആർ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. കൂടാതെ സുഗതൻ ചരിത്രത്തിലും ഇടം നേടുകയാണ്. ജയിലിൽ വച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ജനപ്രതിനിധിയുമാവുകയാണ് അല്ലേ? ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കോടതി ഉത്തരവ് പ്രകാരം, ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 11 മണിയോടുകൂടി തന്നെ കൃത്യമായി ചടങ്ങ് നടക്കും. ഇന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കം ഇപ്പോൾ ഇവിടെ രാമനിലയത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വിയൂർ ജയിലിലേക്ക് പോകും. തുടർന്നുള്ള ഈ ഒരു നടപടികളിൽ അദ്ദേഹം പങ്കാളിയാവുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് തന്നെ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കാപ്പ കേസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്, ഈ സുഗതന്. അതുകൊണ്ട് തന്നെ ജയിൽ വിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു അത്തരത്തിൽ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോടതി സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ പറഞ്ഞ അത്തരത്തിലുള്ളൊരു തീരുമാനം പറ്റില്ല. കാരണം കാപ്പ കേസ് ചുമത്തിയത് കൊണ്ട് തന്നെ ജയിൽ വിട്ട് പുറത്തേക്ക് പോകാനുള്ള അനുമതി ഇല്ല എന്നുള്ളൊരു സാഹചര്യം പറയുകയുണ്ടായി. അപ്പോഴാണ് കോടതി തന്നെ ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് എന്നാൽ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുന്നത്. തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ജയിലിൽ തന്നെ ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി തന്നെ, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ജനപ്രതിനിധി ഇപ്പോൾ ഇന്ന് ഇവിടെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് നേരത്തെ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ ആ പ്രതിജ്ഞ റദ്ദാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാനായില്ല. അതുകൊണ്ടാണ് ഇന്ന് ജയിലിൽ തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഹൈക്കോടതി ഉത്തരവും അത്തരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം നെടുമങ്ങാട് കോടതിയിലാണ് ഇത്തരത്തിൽ ഒരു ഹർജിയുമായി എത്തിയത്. പക്ഷേ അത് ഹൈക്കോടതിയാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് അത് വിടുകയും തുടർന്ന് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇത്തരത്തിൽ ജയിലിൽ നിന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളൊരു അനുമതി നൽകുകയുമായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് വിയൂർ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രം, മാധ്യമപ്രവർത്തകരടക്കം അക്രഡിറ്റേഷൻ ലഭിച്ച മാധ്യമപ്രവർത്തകരടക്കം മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ വളരെ പരിമിതമായ ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇന്ന് 11 മണിയോടുകൂടി തന്നെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട VV രാജേഷ് അടക്കമുള്ള ആളുകൾ ഇന്ന് തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ, ജയിൽ സൂപ്രണ്ടിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ജയിലിനുള്ളിൽ ചരിത്രത്തിൽ ആദ്യമായി, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ന് സുഗതൻ, BJP കൗൺസിലർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. കൃത്യം 11 മണിക്ക് തന്നെ നടക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഒരു 10 മണിയോടുകൂടി തന്നെ ആളുകളൊക്കെ ഈ ജയിലിനകത്തേക്ക് കയറ്റി അതിൻ്റെ കൃത്യമായ നടപടികളൊക്കെ തന്നെ നടക്കുമെന്നുള്ളതാണ്. ഐശ്വര്യ. ശരി ഹരീഷ്. ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് 11 മണിക്കാണ്. മേയർ VV രാജേഷ് അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങി നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ. കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിയിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 പേടകത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായി അദ്ദേഹം ബഹിരാകാശത്തേക്ക് കുതിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:17 വിക്ഷേപണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ ചെറുമകനാണ് ഡോക്ടർ അനിൽ മേനോൻ. ശങ്കരൻ മേനോനാണ് ഡോക്ടർ അനിൽ മേനോന്റെ പിതാവ്. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്ത് സാമോലെങ്കോ. എമർജൻസി മെഡിസിൻ ഫിസിഷ്യനും മെക്കാനിക്കൽ എഞ്ചിനീയറുമായ അനിൽ മേനോൻ നാസയിൽ ചേരുന്നതിന് മുമ്പ് സ്പേസ് എക്സിന്റെ ആദ്യ ഫ്ലൈറ്റ് സർജനായി പ്രവർത്തിച്ചിരുന്നു. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യ ക്രൂ ഡ്രാഗൺ ദൗത്യത്തിന്റെ മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 2021 ഡിസംബറിലാണ് നാസ ബഹിരാകാശ സഞ്ചാരിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏജൻസിയുടെ 2 വർഷത്തെ ബഹിരാകാശ സഞ്ചാര പരിശീലന പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ടത്.
റഷ്യക്കാരായ 2 ഗവേഷകർ കൂടി സംഘത്തിലുണ്ട്. 8 മാസത്തോളം സംഘം ബഹിരാകാശത്തുണ്ടാകും. ദീർഘകാലത്തെ ബഹിരാകാശവാസം മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള നിർണായക പരീക്ഷണങ്ങൾ ഇക്കാലയളവിൽ നടക്കും. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്കാവശ്യമായ സാങ്കേതിക വിദ്യകളുടെ വികസനവും ദൗത്യത്തിന്റെ ഭാഗമാണ്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള ആരോഗ്യ പരിശോധന, സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സംഘം ഗവേഷണം നടത്തും. ഭാവിയിലെ ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് സഹായകമാകുന്ന പരീക്ഷണങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സമയം രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി വിജയകരമായി ഡോക്ക് ചെയ്യും. ബുധനാഴ്ച പുലർച്ചെ 1:25 അനിൽ മേനോനും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും. ഭാര്യ അന്ന മേനോനും ബഹിരാകാശ സഞ്ചാരിയാണ്. 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സ് പോളാരിസ് ഡോൺ സ്വകാര്യ ദൗത്യത്തിന്റെ ഭാഗമായി 5 ദിവസത്തോളം അവർ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്നും കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. നാളെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. രാവിലെ മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 8:50 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. തുടർന്ന് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണി മുതൽ ജൂബിലി മന്ദിരം ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. 3:30 കൊട്ടാരക്കര മാർത്തോമ്മ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ബന്ധുമിത്രാദികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലോവേനി തോമസും ഉൾപ്പെടെ 32 അംഗ സംഘം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് വിനോദസഞ്ചാര ബോട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. കിഫ്ബിയിൽ അടിമുടി മാറ്റം വരുത്താൻ നടപടികൾ ആരംഭിച്ച സർക്കാർ കിഫ്ബിയുടെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളും മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള വായ്പകളും സമഗ്രമായി പരിശോധിക്കും. പ്രമുഖ സാമ്പത്തിക ഭരണ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിന് ശേഷം കിഫ്ബിയെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതേസമയം സാമ്പത്തിക നഷ്ടവും ധനവിനിയോഗത്തിലെ ക്രമക്കേടും കണ്ടെത്തിയാൽ നിയമ നടപടികളിലേക്ക് അടക്കം സർക്കാർ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കിഫ്ബിയെ ഒന്ന് ഉടച്ചു വാർക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ, അല്ലേ? തീർച്ചയായും ഐശ്വര്യ, വി.ഡി. സതീശൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് തന്നെയാണ് കിഫ്ബിയിൽ അടിമുടി മാറ്റം വരുത്താനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ കിഫ്ബിയെക്കുറിച്ച് ബജറ്റിലും അല്ലാതെയുമൊക്കെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കിഫ്ബിയിൽ അടിമുടി മാറ്റം ഉണ്ടാകും. കാരണം കിഫ്ബി വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്കും സാമ്പത്തിക കടക്കണിയിലേക്കുമൊക്കെ സർക്കാരിനെ കൊണ്ടെത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുക അല്ലെങ്കിൽ നിർണായകമായി പങ്കുവഹിച്ചത് കിഫ്ബി എന്നാണ്. കിഫ്ബി ഒരു സമാന്തര സർക്കാരായി ഭരിച്ചു എന്നൊക്കെയായിരുന്നു യു.ഡി.എഫ് സർക്കാരിന്റെ വാദവും യു.ഡി.എഫ് സർക്കാർ ആരോപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കിഫ്ബിയെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുകയില്ല. കാരണം നിയമപരമായ നിയമ സംവിധാനത്തിലൂടെയാണ് കിഫ്ബി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ നിലവിലെ അതേ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ കടക്കണിയിലേക്ക് മാറും എന്ന ഒരു നിഗമനത്തിലാണ് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ അടക്കം ഇത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് കിഫ്ബിയിൽ സമഗ്രമായൊരു പൊളിച്ചെഴുത്ത്, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് മുൻ IAS, അതായത് വിരമിച്ച IAS ഉദ്യോഗസ്ഥരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അടങ്ങിയ ഒരു സമിതി, 5 അംഗ സമിതിയെ രൂപീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇന്നലെ രാത്രിയോടുകൂടി ഉത്തരവായിരിക്കുന്നു. അതായത് വിരമിച്ച IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയാണ്, സാമ്പത്തിക വിദഗ്ധ കൂടിയാണ്, സുധാ പിള്ളയാണ് ചെയർമാനാകുന്നത്. അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ മുൻ CEO, ഒപ്പം തന്നെയും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ മുൻ MD, അതായത് സാമ്പത്തികമായും ഭരണപരമായും ഒക്കെ മികവ് തെളിയിച്ച 5 വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള ഒരു 5 അംഗ സമിതിയാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് പഠിക്കും. 3 മാസം വരെ ഇത് പഠിക്കുക എന്ന് പറയുന്നത് കിഫ്ബി നിലവിലെ സംവിധാനത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോൾ ഏത് രീതിയിൽ കിഫ്ബിയെ പൊളിച്ചെഴുതി ഇനി മുന്നോട്ട് സർക്കാരിന് സാമ്പത്തികമായ ഒരു വിനിമയമാക്കി എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള കിഫ്ബി ഒരു 10 വർഷക്കാലത്ത് കിഫ്ബിയുടെ മസാല ബോണ്ട് അടക്കമുള്ള പല ധനവിനിയോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ രീതിയിലാണ് നിയമവശങ്ങൾ മുഴുവനും ഈ സമിതി പഠിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക ഭരണരംഗത്തെ ഏറ്റവും മികവ് തെളിയിച്ച 3 പേരെ, രാജ്യാന്തര തലത്തിൽ പോലും ഏറ്റവും മികവ് തെളിയിച്ച 5 പേരെ ഉൾപ്പെടുത്തിയുള്ളൊരു സമിതിയാണ്, വിദഗ്ധ സമിതി സർക്കാർ രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം പോലും അതാണ്.
അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം സർക്കാരിന് ഖജനാവിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിയമ നടപടികൾ അടക്കം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെയും ഇനി ഈ കിഫ്ബിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിൽ ഇനി സാമ്പത്തികമായി നഷ്ടമില്ലാതെ സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാം, എങ്ങനെ കിഫ്ബിയെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ കിഫ്ബിയിൽ ഒരു മാറ്റം വരുത്തി പുതിയൊരു രീതിയിൽ കിഫ്ബി അവതരിപ്പിക്കുന്നു. അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് ഉത്തരവായി തന്നെ സർക്കാർ അത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 3 മാസമാണ് വിദഗ്ധ സമിതിക്ക് സമയപരിധി കാലാവധി നൽകിയിരിക്കുന്നത് സർക്കാർ. ഈ 3 മാസം കൊണ്ട് ഈ വിദഗ്ധ സമിതി എങ്ങനെ കിഫ്ബി ഇനി മുന്നോട്ട് പോകാമെന്ന് പഠിക്കും. അതിനുശേഷം ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഉടനെ തന്നെ ആ റിപ്പോർട്ടിനനുസരിച്ചുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. കിഫ്ബിയിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത് ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കിഫ്ബിയിൽ ഏതെങ്കിലും രീതിയിലൊരു നിയമ നടപടിയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ കഴിഞ്ഞ 1ാം പിണറായി 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നൊക്കെ അടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായും നിയമ നടപടിയിലേക്ക് കടക്കാനും സർക്കാർ മടിക്കില്ല. ശരി ആൻഫീൽഡ്, അപ്പോൾ കിഫ്ബിയെ ഉടച്ചു വാർക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫീൽഡ് ഡിസൂസ. ആൻഫീൽഡ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് വിഴിഞ്ഞം വിഷയത്തിൽ നേതാക്കൾക്കിടയിലെ ഭിന്നത വിവാദമാകുമ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഈ പാർട്ടി നിലപാടിന് വിരുദ്ധമായി നേതാക്കൾ ഈ പരസ്യ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ഇതൊക്കെ ഇന്ന് ചർച്ചയാകില്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനമായും വിഴിഞ്ഞം വിഷയത്തിൽ വിവാദം കത്തി നിൽക്കാനും പാർട്ടിക്കുള്ളിൽ തന്നെ ഏറ്റവും പ്രമുഖ നേതാക്കളാണ് EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി അടക്കം KK രാജേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ തള്ളി ഇവർ രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ വിഴിഞ്ഞത്തെ പൊതു നിലപാട്, വിഴിഞ്ഞത്തിൽ അഴിമതി ആരോപണമുണ്ട്, ആ ആരോപണം ആവർത്തിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ പാർട്ടി സെക്രട്ടറി നിൽക്കുമ്പോഴാണ് EP ജയരാജൻ അങ്ങനെ ഒരു ആരോപണമില്ല, അനാവശ്യമായ ആരോപണത്തിന് പുറത്തു പോകരുത്, ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടുവരട്ടെ, ഈ രീതിയിൽ പരസ്യമായി പ്രതികരിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിലാണ് പ്രതികരണം. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട്. അത് നേതൃതലത്തിൽ തന്നെ ഉന്നത നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നത നിൽക്കുന്നു. അത് മറനീക്കി പുറത്തു വന്നു വിഴിഞ്ഞം വിഷയത്തിൽ. അത് വലിയ രീതിയിൽ 3 ദിവസം ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പോലും അത് അത്തരം വിഷയങ്ങളും ഭിന്നതകളും ചർച്ചയായി. ജനറൽ സെക്രട്ടറി പോലും അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണെന്ന് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുന്നത്. ഉറപ്പായും ആ ഭിന്നതകളിൽ നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് മുതിരേണ്ടിയിരുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ നേതാക്കൾ KK ശൈലജ ആയാലും EP ജയരാജനൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കും. അപ്പോൾ തന്നെ ഈ കടുത്ത വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം MV ഗോവിന്ദൻ ദേശാഭിമാനി പത്രത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദേശാഭിമാനി പത്രത്തെ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ തള്ളിപ്പറയുമ്പോൾ ദേശാഭിമാനി പത്രം, അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം അതുണ്ടാകാൻ പാടില്ല, പത്രത്തിൽ പാർട്ടി പത്രമായാലും തെറ്റുപറ്റും, പക്ഷെ പരസ്യമായി പാർട്ടി സെക്രട്ടറി അതിനെ തള്ളിപ്പെടുന്ന ഒരു നിലപാടുണ്ടായി. അത് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ് നമുക്കറിയാം M സ്വരാജ്, അതോടൊപ്പം തന്നെ അതിന്റെ പത്രാധിപരാണ് ദിനേശ് പുത്തലത്ത്. ഇവർ രണ്ടുപേരും, ദിനേശ് പുത്തലത്തായാലും M സ്വരാജ് ആയാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടിയാണ്. അപ്പോൾ അവരുൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിലാണ് ഈ വിമർശനങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം. വലിയ രീതിയിൽ പ്രതിഷേധവുമായി CPI രംഗത്ത് വരുന്നു. ആ ഒരു വിഷയം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതോടൊപ്പം ഉഭയകക്ഷി ചർച്ചയും നടക്കുന്നുണ്ട്. MN സ്മാരകത്തിൽ CPIയുടെ സംസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിൽ LDF കൺവീനറായ TP രാമകൃഷ്ണനാണ് CPMനെ പ്രതിനിധീകരിച്ച് അവിടെ ചെല്ലുന്നത്. ഉഭയകക്ഷി ചർച്ചയും ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തി. CPI ആകട്ടെ അണുവിട മുന്നോട്ട് പോകുന്നില്ല. പ്രതിപക്ഷ ഉപനേതൃ പദവി അത് ഉണ്ടാകണം, അത് കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചായാലും കീഴ്വഴക്കങ്ങൾ മാറ്റണം, അത് മാറ്റിയായാലും പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം തങ്ങൾക്ക് വേണം, എല്ലാ പദവിയും ഒരു പാർട്ടി തന്നെ വഹിക്കുന്ന കീഴ്വഴക്കം പാടില്ല എന്നൊക്കെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും CPMന്റെ യോഗത്തിലും ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് MN സ്മാരകത്തിൽ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. ഇന്നത്തെ ദിവസം CPMനായാലും CPI ആയാലും ഏറ്റവും നിർണായകമാണ്. കാരണം പ്രതിപക്ഷ ഉപനേതാ പദവിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാകൂ എന്ന രീതിയിലാണ് CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഐശ്വര്യ. ശരി ആൻഫീൽഡ്, അപ്പോൾ CPMനും CPMനും ഇത് നിർണായക ദിനമാണ്. കാരണം ഉപനേതാവ് പദവിയിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അപ്പോൾ എന്ത് നിലപാടാകും, ആരാകും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഇന്ന് അറിയാൻ സാധിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫീൽഡ് ഡിസൂസ.
ലഹരി എന്ന വിപത്ത് തകർക്കുന്നത് അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, മറിച്ച് അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെയാണ്. മകന്റെ ലഹരി ഉപയോഗത്തെ തുടർന്ന് വിദേശത്ത് വർഷങ്ങളുടെ പരിശ്രമത്തോടെ നേടിയ ജീവിത സൗഭാഗ്യങ്ങളും സമ്പാദ്യവും ഒക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഒരമ്മയുടെ അനുഭവകഥ ഇങ്ങനെയാണ്. മോനിപ്പോൾ 19 വയസ്സായി. ആദ്യമൊന്നും അത്ര തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പുറത്താണ്. ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ നിന്നത് ലഭ്യത ഇല്ലാത്ത സ്ഥലമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 10 വർഷത്തോളമായി വിദേശത്താണ്. തുടങ്ങിയ സംരംഭമൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സമയം. പക്ഷേ മകന്റെ ലഹരി ഉപയോഗം സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കീഴ്മേൽ മറിച്ചു. ഫാമിലിയിൽ നിന്ന് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങി. നമ്മൾ ഇത് മക്കൾ ഉപയോഗിക്കുന്നെങ്കിലും നമ്മളെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഞങ്ങളവിടെ. ഇപ്പോൾ സ്വന്തം നാടിന്റെ സുരക്ഷിതത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസം ഈ വാക്കുകളിലുണ്ട്. ആകെ ഒരു കൈവിട്ട അവസ്ഥയിലാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുതെന്ന് പറഞ്ഞു വെക്കുമ്പോഴും നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം ഉണ്ടാവണമെന്നാണ് അഭിപ്രായം. ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കളിക്കാനുള്ള സംവിധാനവും എല്ലാം ചെയ്തു കൊടുക്കുക. വേറെ വേറെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. തൂഫാൻ പോലുള്ള പദ്ധതികൾക്ക് 100% പിന്തുണ. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇരകളാകുന്നവരിൽ ഏറെയും കൗമാരക്കാരാണ്. അവർക്ക് കലാകായിക പരിപാടികളിൽ കൂടുതൽ സജീവമാകാനുള്ള അവസരമൊരുക്കുക എന്നത് ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. പല തലങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശങ്കയുടെയും ഒരു ആശ്വാസത്തിൻ്റെയും റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. ഒരമ്മയുടെ വേദനയാണ് കേട്ടത്. രാസലഹരിയുടെ വേരറക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ സമൂഹത്തിന്റെ ആവശ്യമെന്ന സാഹിത്യകാരനും പ്രശസ്ത ചെറുകഥാകൃത്തുമായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള തലമുറയെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. രാസലഹരിയുടെ വേരുകൾ ആഴത്തിലുള്ളതാണ്. അതിനാൽ വിഷവൃക്ഷത്തിന്റെ വേരറക്കും വിധത്തിലുള്ള ശക്തമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകണം. ലഹരി മാഫിയയെ പിടികൂടാൻ ഇറങ്ങിയ നിയമപാലകരെ അഭിനന്ദിക്കുന്നുവെന്നും ഡോക്ടർ അംബികാസുധൻ അമൃത വാർത്തകളോട് പറഞ്ഞു. കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഭയാനകമായ ഒരു വിപത്ത് എന്ന് പറയുന്നത് രാസലഹരിയുടെ അതിവ്യാപനമാണ്. അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയാണ്, അതിലും വിദ്യാർത്ഥി സമൂഹത്തെയാണത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എത്രയോ തലമുറകളെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് രാസലഹരിയുടെ വേരറുക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വേട്ട, അത് വിജയിക്കേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തം ആവശ്യമാണ്. നിരന്തരമായിട്ട് അന്വേഷണങ്ങൾ നടത്തുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ വേരുകൾ വളരെ ആഴത്തിലുണ്ട് എന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ രാജ്യാന്തര ബന്ധങ്ങളുടെ ലഹരി മാഫിയകളുടെ അടുത്തേക്ക് എത്തുന്ന വിധത്തിലുള്ളതാണ് എന്നും കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ശക്തമായി ഇതിൻ്റെ പുറമേയുള്ള കാരിയേഴ്സിനെ പിടിക്കുന്നതിനപ്പുറത്ത് ഈ ഒരു വിഷവൃക്ഷത്തിൻ്റെ മുഴുവൻ വേരുകളും മറുത്ത് കളയുന്ന രീതിയിൽ ഉള്ള ഒരു നീക്കം ശക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. സമൂഹമൊന്നാകെ, സമൂഹത്തിലെല്ലാ വിഭാഗം ആളുകളും ഒന്നാകെ ഇത് നിൽക്കേണ്ടത്, ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മുടെ മക്കളെയാണ്, നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളെയാണ് ഇത് മുഴുവൻ ബാധിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ്. ലഹരി വ്യാപിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തുക, അവരെ വരുതിയിലാക്കുക, പിടിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ അപകടങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് വലിയ ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന നിയമപാലകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ഒരു വലിയ ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അത് വിജയിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. വരാനിരിക്കുന്ന തലമുറകളെ, വിദ്യാർത്ഥികളുടെ
കൂട്ടങ്ങളെ ഒക്കെ ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഓപ്പറേഷൻ തൂഫാന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലത്ത് 15 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ലഹരി ഗുളികകളുടെ വൻ ശേഖരവുമായി യുവാവ് എക്സൈസ് പിടിയിലായി. ഇരിയൂപുരം സ്വദേശി ടിൻഡു സേവ്യർ ആണ് അറസ്റ്റിലായത്. ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം ലഭിക്കുന്ന ടൈഡോൾ, നെട്രാസെപ്പാം ഗുളികകളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഈ ഗുളികകൾ ചില്ലറ വിൽപ്പന നടത്തിയിരുന്നുവെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ടൈഡോൾ, നൈട്രോസെപ്പാം എന്നിവ ഉൾപ്പെടെ 6200 ഗുളികകളുടെ വൻ ശേഖരമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഏകദേശം 15 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്നതാണ് ഈ ഗുളികകളെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുളികകൾ എത്തിച്ച് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്നാണ് എക്സൈസ് പറയുന്നത്. ഗുളികകൾ എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചും സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇത് വിൽക്കാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പിടിച്ച ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നതല്ല, ഇത് ബോംബെയിൽ നിന്ന് വന്നതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈ പിടിച്ച പ്രതി എന്ന് പറയുന്ന ഒരു ടിൻഡു സേവ്യർ എന്ന് പറയുന്ന പ്രതിയാണ് പിടിച്ചിരിക്കുന്നത്. അവന് 35 വയസ്സേ ഉള്ളൂ. മയ്യനാട് സ്വദേശിയാണ്. ഇതിനു മുമ്പും ഇയാൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം ലഭിക്കുന്ന വേദനസംഹാരി ഗുളികകളാണ് ലഹരിമരുന്നിന് പകരമായി ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് വ്യക്തമാക്കി. ഗുളികകൾ വെള്ളത്തിൽ കലക്കി സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊപ്പം ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം ചിറക്കരയിൽ MDMA വേട്ട. 52 ഗ്രാം MDMAയുമായി മൊത്ത കച്ചവടക്കാരൻ അറസ്റ്റിൽ. ചിറക്കര താഴം സ്വദേശി രാഹുലിനെയാണ് പാരിപ്പള്ളി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി ആളെ കാത്തു നിൽക്കുന്നതിനിടെയാണ് റോഡിൽ വെച്ച് രാഹുലിനെ പിടികൂടിയത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം തുടങ്ങിയത് വിപണികളെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് US വിപണികളിലെല്ലാം ഇന്നലെ നഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇവിടെയും അതിൻ്റെ സ്വാധീനമുണ്ടാവും. ഇന്നലെ വലിയൊരു നഷ്ടത്തിൽ നിന്നും വിപണി കരകയറിയതാണ്. അവസാന മണിക്കൂറുകളുണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താൽപ്പര്യത്തിൽ നഷ്ടമെല്ലാം തീരുകയും വിപണി നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ചെറുകിട നിക്ഷേപകർ വളരെ അനുകൂലമായി വിപണിയിൽ പ്രതികരിച്ചതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നലെ വിപണിയിലുണ്ടായത്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വീണ്ടും വിൽപ്പനയിലേക്ക് തിരിഞ്ഞു. 2000 കോടിയോളം രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ 24,000 എന്ന നിലവാരത്തിന് താഴേക്ക് വിപണി മുൻനിര സൂചികയായി നിഫ്റ്റി നീങ്ങാതെ ആ നിലവാരത്തിൽ ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ആഗോള സാഹചര്യങ്ങളുടെ സ്വാധീനം തീർച്ചയായും ഉണ്ടാവും. US-ന്റെ ഇറാനിലേക്കുള്ള വീണ്ടും സംഘർഷം തുടങ്ങിയത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായം ഉണ്ടാകാത്ത തുടരുന്നിടത്തോളം കാലം ഈ ഒരു അനിശ്ചിതത്വം വിപണി തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദേശ നിക്ഷേപ നിലപാടുകളുടെ നിലപാടുകളും വരും ദിവസങ്ങളിൽ നിർണായകം തന്നെയായിരിക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പരിധിവരെ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. മികച്ച പ്രവർത്തന ഫലങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മികച്ച പ്രവർത്തന ഫലങ്ങൾ കമ്പനികൾ പുറത്തു വരികയാണെങ്കിൽ അത് ഓഹരി അധിഷ്ഠിത നീക്കങ്ങൾക്കും ആ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്കും സഹായമാകും. എന്തായാലും വലിയ തോതിലെ കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. 24,000 എന്നുള്ള നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ 23,800 അടുത്ത നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. മുകളിലേക്കാണെങ്കിൽ 24,500 എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാന പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. എന്തായാലും വലിയ തോതിലെ കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാം. ഇന്നിപ്പോൾ നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രമുഖ ആഗോള വ്യവസായ ശൃംഖലയായ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മുൻനിര ബ്രാൻഡുകളായ ജീപ്പാസും റോയൽ ഫോർഡും ഇന്ത്യൻ വിപണിയിലെത്തി. അതിവേഗം വളരുന്ന ഇന്ത്യൻ വിപണിയിൽ വൻ വികസന പദ്ധതികൾക്കാണ് ഗ്രൂപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹോം കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ലൈറ്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 1100-ലധികം ഉൽപ്പന്നങ്ങളുള്ള ജീപ്പാസിന് 4 പതിറ്റാണ്ടിലേറെയാണ് പ്രവർത്തന പാരമ്പര്യം. 20 വർഷത്തിലേറെ വിപണി പരിചയമുള്ള റോയൽ ഫോർഡിന്റെ പ്രീമിയം കിച്ചൺ വെയർ, ഹോം വെയർ
വെയർ ബ്രാൻഡുകളും ഇനി ഇന്ത്യൻ വിപണികളിൽ സജീവമാകും. ഒരു പതിറ്റാണ്ടിനിടെ UAE-യിലെ സൂപ്പർ ബ്രാൻഡ് പദവി 6 തവണ നേടിയ ബ്രാൻഡ് പുത്തൻ ആശയങ്ങളുമായാണ് വിപണിയിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പിന്റെ ചെറിയ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തും. ന്യായവിലയിൽ മികച്ച നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. പ്രൈസസ് നമ്മൾ വെറുതെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് വെറുതെ ഒരു ഹൈ പ്രൈസ് അല്ല, വി ആർ ഗോയിങ് ടു ബി വെരി കോമ്പറ്റീറ്റീവ്. ആ ലെവലിലാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 3 പ്രോമിസാണ് ഞങ്ങൾ ഇത്രയും കാലം 10-45 വർഷം നമ്മൾ ഈ ബ്രാൻഡിന് ഇത്രയും ആക്കിക്കൊണ്ടിരുന്നത്. ഈ 3 പ്രോമിസസാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഞങ്ങളത് പ്രോമിസ് അല്ലെങ്കിൽ അത് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇടുങ്ങിയ വഴിയും അപകട ഭീഷണിയും. ആലപ്പുഴ നഗരചത്തുരം റോഡിലെ ദുരിതയാത്രയ്ക്ക് മാത്രം അറുതിയില്ല. കോടതി പാലം പൊളിച്ചതിന് പിന്നാലെ യാത്രയ്ക്കായി തുറന്നുകൊടുത്ത ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമായി മാറിയിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. റോഡിലെ കുഴികളടച്ചെങ്കിലും യാത്രാ ദുരിതത്തിന് മാത്രം മാറ്റമില്ല. ജില്ലാ കോടതി പാലം പൊളിച്ചതിന് പിന്നാലെ യാത്രക്കാർക്കായി തുറന്നുകൊടുത്ത ചത്തുരത്തിലെ വഴി 1 വർഷമാകാറായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിന് അധികൃതർ തയ്യാറായിട്ടില്ല. റോഡിലെ തടസ്സങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തത് മൂലം യാത്രക്കാർ വലയുകയാണ്. വണ്ടി ഓടിച്ച് വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൺവേ അല്ല, ഇവിടുന്ന് വണ്ടി കയറി വന്നുകൊണ്ട് ബ്ലോക്കാണ്. റോഡ് മൊത്തം കുഴിയാണ്, വെള്ളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ഒരു നിവൃത്തി എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പോകാനുള്ള യാതൊരുവിധ നിവൃത്തിയില്ല. വണ്ടിക്കാണെങ്കിൽ ചുമ്മാ കംപ്ലൈൻറ്റും ഇതൊക്കെയാണ്. വണ്ടി കുഴിയിൽ നേരെ വീഴുകയാണ്. ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് നടത്തിയെങ്കിലും അത് വലിയ ഇതൊന്നും ആയിട്ടില്ല. അങ്ങനെ പോകുന്നു. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വീതി കുറഞ്ഞ വഴിയിലൂടെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. പാലം പണി പൂർത്തിയാകാൻ ഇനിയും വർഷങ്ങളെടുക്കുമെന്നതിനാൽ റോഡിന്റെ വീതി കൂട്ടണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. റോഡിലൂടെയുള്ള യാത്ര ദുരിതമായതോടെ പ്രദേശത്തെ വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കച്ചവടത്തെയും സാരമായി ബാധിച്ചു. റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഇവിടെ ബ്ലോക്കും കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടെ ഒരു വണ്ടി പോലും കയറി വന്നാൽ ഇവിടെ ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ വലിയ പാടും കാര്യങ്ങളാണ്. ദുഷ്കരമാണ്. വണ്ടികൾ ഇവിടെ ചവിട്ടാനുള്ള സൗകര്യം ഒന്നാമത്തെ കാര്യമില്ല. അതുകൊണ്ട് തന്നെ കച്ചവടം തീരെ മോശമാണ്. ഈ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിലും ആഴ്ചയിൽ 3 പ്രാവശ്യം വെക്കേണ്ട വണ്ടി ഇപ്പോൾ 1 പ്രാവശ്യമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പരിതാപകരമാണ്. നെഹ്റു ട്രോഫി ജനമേളയ്ക്ക് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്ന അധികൃതരുടെ സമീപനത്തിനെതിരെ ജനരോഷം കൂടുതൽ ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ് മലപ്പുറം തൃപ്പങ്ങോട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. മേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ അവഗണന. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ സൗകര്യമില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ പ്രതീക്ഷയായാണ് കഴിഞ്ഞ ഡിസംബറിൽ തൃപ്രങ്ങോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ചികിത്സാ കേന്ദ്രം ഇതുവരെ നാട്ടുകാർക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാത്തതും ഉപകരണങ്ങൾ എത്തിക്കാത്തതുമാണ് ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് സർക്കാർ ആശുപത്രിയോടുള്ള അവഗണന എന്ന് നാട്ടുകാർ പറയുന്നു. വർഷക്കാലത്തോടനുബന്ധിച്ച് വരുന്ന പകർച്ചവ്യാധികളും ഈ ഷിഗല്ല പോലുള്ള മാരക രോഗങ്ങളുടെ പകർച്ച മറ്റുള്ള സംഭവങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് രോഗികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആശ്രയിക്കാൻ പറ്റുന്നത് ഇംബിജിയോ ഹോസ്പിറ്റൽ പോലുള്ള സഹകരണ ഹോസ്പിറ്റലുകളാണ് അവർ ആശ്രയിക്കുന്നത്. അങ്ങനെ സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പരമാവധി ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത്. മഴക്കാലമായതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശം. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പിടിപെട്ട് നിരവധി പേരാണ് ഓരോ ദിനവും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട ചികിത്സാ കേന്ദ്രമാണ് അധികൃതരുടെ അവഗണനയിൽ കാടുമൂടി കിടക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ ഗ്ലാമർ സെമി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. യൂറോപ്പിലെ 2 വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ ആവേശമാകും. ഇന്ന് രാത്രി 12:30-ക്കാണ് മത്സരം. ലോകകപ്പിൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യ സെമി. എന്നാൽ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ മുൻതൂക്കം ഫ്രാൻസിന് തന്നെയാണ്. അതേസമയം
മുൻ കണക്കുകൾ നോക്കിയാൽ സ്പെയിനിനെ തള്ളിക്കളയാൻ കഴിയില്ല. യൂറോപ്പിലെ വമ്പന്മാരായ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ടത് ആവേശ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ഡാളസിലെ ആദ്യ സെമിയിൽ സൂപ്പർ താരം എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബെലയുടെയും മിന്നുന്ന ഫോമാണ് ഫ്രാൻസിന് കരുത്താവുന്നത്. എംബാപ്പെ 8 ഗോളും 3 അസിസ്റ്റും നേടി നിലവിൽ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ തലപ്പത്താണ്. ഉസ്മാൻ ഡെംബെലെ 5 ഗോളും 2 അസിസ്റ്റുമാണ് നേടിയത്. ഈ രണ്ടുപേരുടെയും ഫോമിലാണ് ഫ്രാൻസിന്റെ കുതിപ്പ്. എന്നാൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർ സബാലയും മൈക്കൽ മെറീനോയുമാണ് സ്പാനിഷ് നിരയിലെ ഗോൾ വേട്ടക്കാർ. ഫ്രാൻസിന്റെ ഫൈനൽ ബർത്തിനായി കോച്ച് ദിദിയർ ദഷാമും ശിഷ്യരും തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ആ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കാൻ സ്പെയിൻ കോച്ച് ലൂയിസ് ഡെ ലാഫെന്റെയുടെയും നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ സ്പാനിഷ് കോട്ടയിൽ തയ്യാറായി കഴിഞ്ഞു. നേട്ടങ്ങളിൽ ചരിത്ര പുസ്തകം നോക്കിയാൽ ക്ഷീണം ഫ്രാൻസിനാണ്. 38 തവണ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 18 ജയങ്ങളുടെ മേൽക്കൈ സ്പെയിന് തന്നെയാണ്. 13 ജയങ്ങൾ ഫ്രാൻസ് നേടിയപ്പോൾ 7 കളികൾ സമനിലയിൽ പിരിഞ്ഞു. ഇത്തവണ ക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ 2-1 സ്പാനിഷ് ടീം ജയിച്ചു വന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു മൊറോക്കയെ തകർത്ത് ഫ്രാൻസ് സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത്. 2018 കിരീടം നേടിയ ഫ്രാൻസ് 2022 റണ്ണേഴ്സപ്പ് ആയിരുന്നു. ലോകകപ്പിൽ ഇരുവരും മത്സരിച്ചത് ഇതുവരെ ഒരു തവണ മാത്രമാണ്. 2006 അന്ന് ഫ്രാൻസ് 3-1 സ്പെയിനെ തോൽപ്പിച്ചത്. ഇത്തവണ ഇതുവരെ 3 നോക്കൌട്ട് മത്സരത്തിലും ഗോൾ വഴങ്ങാതെയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. അതേസമയം മുന്നേറ്റത്തിനൊപ്പം ശക്തമായ പ്രതിരോധവുമാണ് സ്പെയിനിന്റെ ശക്തി. എന്തായാലും തുല്യശക്തികളെന്ന് വിശേഷിപ്പിക്കുന്ന 2 യൂറോപ്യൻ ചേരികൾ സെമിയിൽ കൊമ്പുകോർക്കുമ്പോൾ ആരാധകർക്ക് ടെൻഷൻ തന്നെയാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ആദ്യ സെമി നടക്കുമ്പോൾ 19ാം പിറന്നാൾ ആഘോഷിച്ച് സ്പാനിഷ് താരം ലമീൻ യമാൽ. 2007 ജൂലൈ 13 ജനിച്ച സ്പാനിഷ് സൂപ്പർ താരം ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് മുന്നോടിയായാണ് 19ാം ജന്മദിനം ആഘോഷിച്ചത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിക്കുന്ന യമാൽ സ്പെയിൻ ദേശീയ ടീമിനുമായി ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 10ാം നമ്പറിൽ കളിക്കുന്ന താരം ലോകകപ്പിൽ 19ാം നമ്പർ ജേഴ്സിയിലാണ് കളിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.